നമ്മുടെ കറൻസി നോട്ടുകൾക്ക് ഒരു മൂല്യമുണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. എന്നാൽ ഈ നോട്ടുകൾ പ്രിന്റ് ചെയ്യാൻ ഏകദേശം എത്ര രൂപ ചിലവ് വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സാധാരണയായി എല്ലാ വർഷവും ഓരോ മൂല്യത്തിനും കൃത്യമായ കണക്കുകൾ പുറത്തുവിടാത്തതിനാൽ ഓരോ ഇന്ത്യൻ രൂപ നോട്ടും അച്ചടിക്കുന്നതിനുള്ള കൃത്യമായ ചിലവ് കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ലഭ്യമായ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ചിലവിനെ ബാധിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത്തേതാണ് പേപ്പറിന്റെ ഗുണനിലവാരം. കാരണം കറൻസി പ്രിന്റിങ്ങിന് പ്രത്യേകമായ സുരക്ഷാ പേപ്പറാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ഘടകം മഷിയും സുരക്ഷാ സവിശേഷതകളുമാണ്. വാട്ടർമാർക്കുകൾ, സുരക്ഷാ ത്രെഡുകൾ, മൈക്രോ പ്രിന്റിംഗ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. മറ്റൊന്ന് പ്രിന്റിംഗ് സാങ്കേതിക വിദ്യയാണ്. പ്രിന്റിംഗ് പ്രക്രിയയുടെ സങ്കീർണതയാണ് ഇതിന് കാരണം. എന്നാൽ പ്രധാന ഘടകം പ്രിന്റിംഗിന്റെ അളവാണ്. ഉയർന്ന അളവിൽ പ്രിന്റ് ചെയ്യുമ്പോൾ പ്രിന്റിംഗ് കോസ്റ്റ് ഗണ്യമായി കുറയാം. ഇവയെല്ലാം കണക്കിലാക്കി നോക്കിയാൽ കുറഞ്ഞ മൂല്യങ്ങളായ 10, 20, 50 രൂപ നോട്ടുകൾ സാധാരണയായി അച്ചടിക്കാൻ പലപ്പോഴും ഒരു നോട്ടിന് 1 രൂപയിൽ താഴെയാണ് ചിലവ് വരുന്നത്. എന്നാൽ ഉയർന്ന മൂല്യങ്ങളായ 100, 200, 500 നോട്ടുകൾ അച്ചടിക്കാൻ കൂടുതൽ ചിലവാകും. ഒരു നോട്ടിന് ഏകദേശം 1 രൂപ 77 പൈസ മുതൽ 2 രൂപ 94 പൈസ വരെയാണ് കണക്കാക്കുന്നത്. ഒരു നോട്ട് അച്ചടിക്കുന്നതിനുള്ള ചിലവ് സാധാരണയായി അതിന്റെ മുഖവിലയുടെ ഒരു ചെറിയ ഭാഗമാണ്. എന്നിരുന്നാലും ഓരോ വർഷവും അച്ചടിക്കുന്ന നോട്ടുകളുടെ വൻ തോതിലുള്ള അളവ് കണക്കിലെടുക്കുമ്പോൾ മൊത്തത്തിലുള്ള ചിലവ് വളരെ വലുതാണ്. Follow us to keep learning.